നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഒരു വലിയ ആശ്വാസം തരുന്ന വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്നോ ഭർത്തൃ വീട്ടുകാരിൽ നിന്നുള്ള ഗാർഹിക പീഡന കേസുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 10% കുറഞ്ഞിരിക്കുന്നു എന്ന്. കേസുകൾ കുറയുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രാജ്യം മാറുന്നു, സ്ത്രീകൾ കൂടുതൽ സുരക്ഷിതരാകുന്നു എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ക്രൂരമായ ചില പുരുഷാധിപത്യ ചിന്തകളെക്കുറിച്ചും സ്ത്രീകൾ എന്തുകൊണ്ട് പരാതിപ്പെടുന്നില്ല എന്നതിനെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു ലേഖനം അടുത്തിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. നിയമവിദഗ്ധരും കൗൺസിലർമാരും ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട്. കേസുകൾ കുറയുന്നത് പീഡനങ്ങൾ കുറയുന്നത് കൊണ്ടല്ല, മറിച്ച് അത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ്. ഒരു സ്ത്രീ ഗാർഹിക പീഡനത്തിനെതിരെ പോലീസിനെയോ കോടതിയെയോ സമീപിക്കാൻ മടിക്കുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി സാമ്പത്തിക പരാധീനത. സ്വന്തമായി വരുമാനമില്ലാത്ത അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയോർത്ത് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ താല്പര്യമുണ്ടാകില്ല. കാരണം അയാളെ ആശ്രയിച്ചാണ് ആ കുടുംബം കഴിയുന്നത്. രണ്ടാമതായി സാമൂഹികമായ അപമാനം. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീയെപ്പോലും കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. കുടുംബത്തിന്റെ മാനം കാക്കാൻ പീഡനങ്ങൾ സഹിക്കണം എന്ന ഉപദേശമാണ് പലപ്പോഴും അവർക്ക് ലഭിക്കാറുള്ളത്. മൂന്നാമതായി ഭൂരിഭാഗം സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഭർത്താവിനെ ശിക്ഷിക്കാനല്ല, മറിച്ച് പോലീസോ കൗൺസിലർമാരോ ഇടപെട്ട് അയാളെ ഒന്ന് ഭയപ്പെടുത്താനും അയാളുടെ പെരുമാറ്റം മാറ്റിയെടുക്കാനും മാത്രമാണ്. അവർക്ക് വേണ്ടത് വിവാഹമോചനമല്ല, ജീവിക്കാനുള്ള സുരക്ഷിതത്വമാണ്. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ ചിന്താഗതികളിലേക്ക് വരാം. പല ആഗോള സർവേകളും വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ നിയമങ്ങൾ ശക്തമാകുമ്പോഴും സ്ത്രീ പുരുഷ സമത്വത്തോടുള്ള ആളുകളുടെ മനോഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ്. കിങ്സ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിമൻസ് ലീഡർഷിപ്പിന്റെ ഡയറക്ടർ ഹീജങ് ചൂങ് ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ പുറമെ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും വീടിനുള്ളിൽ പുരുഷന്റെ ആധിപത്യം തന്നെയാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗവും. അനുസരണ, നിയന്ത്രണം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ സംശയിക്കൽ എന്നിവയൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ സാധാരണമാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും വിഷമിപ്പിക്കുന്നതുമായ ഒരു കാര്യം എന്തെന്നാൽ പുതിയ തലമുറയിലെ, അതായത് ജെൻസി വിഭാഗത്തിൽപ്പെട്ട യുവാക്കളിൽ പോലും പലർക്കും സ്ത്രീകളെയും പുരുഷന്മാരുടെയും സാമൂഹിക പദവികളെക്കുറിച്ച് പാരമ്പര്യമായി പോരുന്ന യാഥാസ്ഥികമായ ചിന്തഗതികൾ തന്നെയാണുള്ളത്. ലേഖനത്തിൽ ചില കൃത്യമായ പഠന വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു പുരുഷന്റെ വിദ്യാഭ്യാസവും അവന്റെ പെരുമാറ്റവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. 12 വർഷമെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പുരുഷന്മാർ ഭാര്യമാരെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാനുള്ള സാധ്യത വിദ്യാഭ്യാസം ലഭിക്കാത്തവരെ അപേക്ഷിച്ച് പകുതി മാത്രമാണ്. അതുപോലെ മറ്റൊരു പ്രധാന വില്ലനാണ് മദ്യപാനം. സ്ഥിരമായി മദ്യപിക്കുന്ന ഭർത്താക്കന്മാരിൽ നിന്ന് ശാരീരികമോ ലൈംഗികവുമായ പീഡനം നേരിടേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം 71%. മദ്യപിക്കാത്തവരുടെ വീടുകളിൽ ഇത് 23% കുറയുന്നു. അതായത് അമിത മദ്യപാനവും വിദ്യാഭ്യാസമില്ലായ്മയും ഗാർഹിക പീഡനങ്ങൾ ഇരട്ടിയാക്കാൻ കാരണമാകുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഗാർഹിക പീഡനം ഒരിക്കലും പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല. സൈക്കോളജിസ്റ്റുകൾ പറയുന്നതനുസരിച്ച് ഇത് വളരെ പതുക്കെ മാനസികമായ പീഡനങ്ങളിലൂടെയാണ് തുടങ്ങുന്നത്. സ്ത്രീകളുടെ ആത്മവിശ്വാസം തകർക്കുക, നിരന്തരം കുറ്റപ്പെടുത്തുക എന്നിവയിലൂടെ ആ സ്ത്രീ സ്വയം ഒരു തെറ്റുകാരിയാണെന്ന് ചിന്തിപ്പിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷമായിരിക്കും ശാരീരികമായ ഉപദ്രവങ്ങൾ ആരംഭിക്കുക. എന്നാൽ നമ്മുടെ നിയമ സംവിധാനങ്ങളിലേക്ക് നോക്കൂ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം പരാതി നൽകുമ്പോൾ പൂരിപ്പിക്കേണ്ട ഫോമുകളിൽ വെറും ചെക്ക് ബോക്സുകൾ മാത്രമാണുള്ളത്. മാനസികമായ പീഡനങ്ങളുടെ ആഴമളക്കാൻ ഇത്തരം ഫോമുകൾക്ക് കഴിയില്ല. കൂടാതെ പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ കുറവ് മറ്റൊരു വലിയ പ്രശ്നമാണ്. പലയിടങ്ങളിലും പുരുഷന്മാരായ ഓഫീസർമാരോടാണ് സ്ത്രീകൾക്ക് തങ്ങളുടെ സ്വകാര്യ പ്രശ്നങ്ങൾ പറയേണ്ടി വരുന്നത്. അത് സ്ത്രീകൾക്ക് കടുത്ത മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കൂടുതൽ വനിതാ ഓഫീസർമാരെ നിയമിക്കേണ്ടത് അത്യാവശ്യമാണ്. സർക്കാരിന്റെ വൺ സ്റ്റോപ്പ് സെന്ററുകളിലും ഷെൽട്ടർ ഹോമുകളിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, കേസ് ഡയറിയിലെ കുറവ് കണ്ട് ഗാർഹിക പീഡനങ്ങൾ ഇല്ലാതായി എന്ന് നമ്മൾ വിശ്വസിക്കരുത്. വീടിന്റെ 4 ചുവറുകൾക്കുള്ളിൽ ഇന്നും പല സ്ത്രീകളും നിശബ്ദരായി കണ്ണീരൊഴുക്കുന്നുണ്ട്. മാറേണ്ടത് കേവലം നിയമങ്ങൾ മാത്രമല്ല, നമ്മുടെ ചിന്താഗതികളാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യവും സ്വയംഭരണാധികാരവും അംഗീകരിക്കാൻ പുരുഷന്മാർ തയ്യാറാകണം. വീടിനുള്ളിൽ യഥാർത്ഥ സമത്വം ഉണ്ടാകുമ്പോൾ മാത്രമേ ഗാർഹിക പീഡനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകൂ.